ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അഡാസ് ഫീച്ചേഴ്സുമായിട്ട് വന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഓയിലർ മോട്ടോഴ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അവരുടെ ഏറ്റവും പുതിയ വാഹനത്തെ പുറത്തിറക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വാഹനത്തിൻ്റെ പേര് സ്റ്റോം EV എന്നാണ്. അതായത് കാറ്റ് കൊടുങ്കാറ്റ് എന്നൊക്കെ പറയില്ല. ഫുള്ളി ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ്. രണ്ട് വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഒന്ന് ഇപ്പോൾ T125 എന്ന് പറയുന്നത്. അത് ഒരു 140 കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ച് കിട്ടുന്നതാണ്. മറ്റൊന്നൊരു ലോങ് റേഞ്ച് ഉണ്ട്, 200 കിലോമീറ്റർ അതിന് റേഞ്ച് കിട്ടും എന്നതാണ്. ലുക്ക് വൈസ് പരിശോധിക്കാം. ഇവിടെ DRL പാറ്റേൺ കാണാം. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, DRL ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സിൽ ഡിഫറൻസ് വരും എന്നാണ്. ഹാലജൻ ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ സെൻസർ ഇതാ മുകളിലാണ് കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ചും ഹൈലൈറ്റ് ചെയ്യുന്നത് എമർജൻസി വാർണിംഗ് ആണ്, അതായത് കൊളീഷൻ വാർണിംഗ്. ബുക്ക് കൊടുത്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ബമ്പർ യൂണിറ്റ് കാണാം. ഇത് പ്ലാസ്റ്റിക് ആണ്, ബോഡി സ്റ്റീലാണ് വരുന്നത്. ഇതിനകത്ത് ഓയിലർ മോട്ടോഴ്സ് എന്നൊരു ബാഡ്ജിങ് കാണാം. ഇത് അകത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും യൂളർ എന്നാണ് വായിക്കുക, പക്ഷേ ഓയിലർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഈ രണ്ട് ഇൻഡിക്കേറ്റർ നമ്മൾ രണ്ട് സമയത്ത് ബ്ലിങ്ക് ചെയ്യണ പോലെ തോന്നി. അതേപോലെ ചെറിയ കാരണം എന്ന് വെച്ചാൽ ഇതൊരു പ്രൊഡക്ഷൻ റെഡി വെഹിക്കിൾ ഒന്നുമല്ല. ഇത് ഒന്നും കൂടി ട്യൂൺ ചെയ്തിട്ടായിരിക്കും വാഹന വിപണിയിൽ എത്തുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഡാസിൻ്റെ ബാഡ്ജിങ്, അതുപോലെ തന്നെ വേരിയൻറ്റ് വൈസ് ബാഡ്ജിങ് തുടങ്ങിയിട്ടുള്ളതായിരിക്കും ഫ്രണ്ടിൽ കാണാം. 2 വൈപ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, വലിയൊരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെന്ന് പെട്ടെന്ന് കാണുന്ന സമയത്തിന് മനസ്സിലാവും, പക്ഷേ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മാത്രം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ്. അതുകൊണ്ട് ഈ ഒരു ലോഡ് പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓയിലർ മോട്ടോർ സ്റ്റോം EV എന്ന് പറയുന്ന ബാഡ്ജിങ്, അതുപോലെ തന്നെ ആർക്ക് റിയാക്ടർ 200, അത് ആ ഒരു റേഞ്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വീൽ അവിടെ കാണാം, സ്റ്റീൽ വീൽസ് ആണ് കൊടുത്തേക്കുന്നത്, അലോയ് കാര്യങ്ങളൊന്നുമല്ല. ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കയറാൻ സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തേക്കുന്നത്. അകത്തേക്ക് നമ്മൾ വരാം. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഇതാണ് ലോഡ് ഏരിയ. 10 ഫീറ്റാണ്, 360 ക്യൂബിക് ഫീറ്റ് സാധനം കൊള്ളും എന്നാണ് അവർ പറയുന്നത്. 1250 കിലോഗ്രാം വെയിറ്റും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇതാ ഇവിടെയാണ് ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. വീട്ടിൽ നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മണിക്കൂർ കൊണ്ട് നമുക്കിത് ചാർജ് ചെയ്തെടുക്കാം. അത് 6 കിലോ വാട്ടിൻ്റെ ചാർജിങ് പോർട്ട് ആണെന്നുണ്ടെങ്കിൽ. സസ്പെൻഷൻ കാണാം, ഫ്രണ്ടിൽ 2 എണ്ണമാണ്, ബാക്കിലേക്ക് വരുന്ന സമയത്ത് 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിന് വേറൊരു വേർഷൻ ഉണ്ട്, ആംഡ് വേർഷൻ ഉണ്ട്. അതായത് കുറച്ചും കൂടി ലോഡ് കൊള്ളുന്ന തരത്തിൽ, അതായത് സിലിണ്ടർ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ. അത് വരുന്ന സമയത്ത് സസ്പെൻഷൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിൽ 3ഉം ബാക്കിൽ 8ഉം വരുന്നുണ്ട് എന്നുള്ളതാണ്. ചാർജിങ് പോർട്ട് ഇതാണെന്ന് ഞാൻ പറഞ്ഞു. കീ ഉണ്ടെങ്കിൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ, അത് വേറൊരു കാര്യം. എനിവേ ഇവിടെ നമുക്ക് ലോഡ് കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ, അതേപോലെ തന്നെ ക്യാബിൻ അടിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് ഓപ്പൺ സ്പേസും ക്ലോസർ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഓയിലർ മോട്ടോഴ്സ് എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം. അപ്പോൾ തന്നെ ടെയിൽ ലാമ്പ്. ഈ ടെയിൽ ലാമ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാണുന്ന സമയത്തിന് മനസ്സിലാവും. സ്റ്റോപ്പ് ലാമ്പ് കം ഇൻഡിക്കേറ്റർ അല്ലേ, അത് നല്ല രസമുണ്ട്, ഒരു വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ. ഇനിതാ ബാറ്ററിനെ ക്രമീകരിച്ചുള്ള ഈ ഒരു ഭാഗത്താണ്. ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ബാറ്ററിനെ കുറിച്ച് ഞാൻ പറയാം. ശരിക്കും ഈ ഒരു ബാറ്ററി പ്ലേസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീൽ ബേസിൻ്റെ ഇടയിലായിട്ടാണ് ബാറ്ററിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നോക്കിയാൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ചേസസ് അത്യാവശ്യം കട്ടിയിലാണ് ഉണ്ടാക്കിയെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. അതായത് ഒരുപാട് ലോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറയില്ല ആംഡ് വേർഷൻ എന്നിട്ട് ഒന്നുണ്ടെന്ന് പറയില്ല. അതിലേക്ക് വരുന്ന സമയത്ത് തിക്നെസ് കൂടുതലുള്ള ചേസസ് മെറ്റീരിയൽസ് ആണ് ഇവർ യൂസ് ചെയ്തേക്കുന്നതെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മോട്ടറും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. ബാറ്ററിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഇനി അകത്തേക്ക് വരുന്ന സമയത്ത് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാബിൻ നമുക്ക് കാണാം. സീറ്റ് ലെതർ സീറ്റാണ്. കംഫർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കയറി ഇരുന്നതിന് ശേഷം നോക്കാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രൊഡക്ഷൻ റെഡി മോഡൽ ഇല്ലാത്തതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ ഒരു ബേസിക് സ്റ്റിയറിംഗ് വീല് പോലെ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നോക്കിയാൽ ഇതിങ്ങനെ പെട്ടെന്ന് ചെരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു എനിക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് കേട്ടോ. അതിൻ്റെ ആ ഒരു സ്ക്രീന് ഇതിനകത്തുള്ള കയറിയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. കുറച്ചും കൂടി തിക്നെസ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സ്റ്റിയറിംഗ് വീല് വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ്. പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റി കുറച്ചൊരു കോംപ്രമൈസ് ചെയ്ത പോലെ തോന്നുന്നു. കാരണം ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് 8.9 lakh rupees എക്സ് ഷോറൂം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിനകത്ത് വാട്സപ്പ് ഇൻ്റഗ്രേഷനും അതുപോലെ തന്നെ ലൈവ് നാവിഗേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അഡാസ് ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ലെയിൻ കീപ്പ് വാർണിംഗും ഇതൊക്കെ ഇതിനകത്താണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കളർഫുൾ അല്ല. ക്യാമറ വ്യൂ, റിയർ ക്യാമറ വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഓക്കെ ബേസ് ആയിട്ടുള്ള
മൊത്തം കാര്യങ്ങളാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ പോകുന്നത്. എന്നാൽ കളർ എലമെൻറ്റുകളുണ്ട്. ഇപ്പം ഈ ടെയിൽ ലാമ്പിൻ്റെ ഒക്കെ ആ ഒരു റെഡ് കളറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഇതിൽ തന്നെയാണ് ഡ്രൈവ് മോഡിനെയും കൊടുത്തേക്കുന്നത്. 3 ഡ്രൈവ് മോഡുണ്ട്. റേഞ്ച്, തണ്ടർ, റിനോ എന്ന് പറഞ്ഞിട്ട്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് റേഞ്ചിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് സ്പീഡിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. മൂന്നാമത്തെ വരുന്നത് റൈനോ എന്നാണ്. റൈനോ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ടോർക്കിനാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് കൂടുതൽ ടോർക്ക് ആവശ്യമുണ്ടായിരിക്കും. ആ സമയത്ത് റൈനോ ഇട്ട് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ 3 മെറ്റീരിയലായിട്ടാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഡിസൈൻ ഉണ്ടല്ലോ, ഈ ഡിസൈൻ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പരിഗണിക്കേണ്ടതാണ്. കാരണം മീഡിയാസൊക്കെ വന്ന് ചെക്കൊക്കെ ചെയ്ത് നോക്കി കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇത് കുറച്ചും കൂടി ബെറ്ററൈസ് ചെയ്തിട്ടായിരിക്കും അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇതാ ഈ കവറൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് ഊരിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചൊരു ക്വാളിറ്റി അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ്. കമ്പനി അവകാശപ്പെടുന്ന റിയൽ ടേം മൈലേജ് എന്ന് പറഞ്ഞാൽ 140 ആണ്. അതായത് റേഞ്ച്, മൈലേജ് എന്ന് പറയാൻ പറ്റില്ല, റേഞ്ച് 140 ആണ് പറയുന്നത്. മറ്റേതിന് 200. അതായത് ആമോഡ് വേർഷൻ, ലോങ് റേഞ്ച് വേർഷനിലേക്ക് വരുന്ന സമയത്ത് 200 കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ശരിക്കും ടെസ്റ്റഡ് റേറ്റ് 200 ആണ്. പക്ഷേ റിയൽ മൈലേജ് ആണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് 8.9 lakh rupees-ലാണ്. മറ്റേതിന് 12.9 lakhs, അതായത് ലോങ് റേഞ്ച്. അങ്ങനെ ഒരു വ്യത്യാസമാണ് വന്നുള്ളത്. ഒരു 38 kWh ഒരു ബാറ്ററിയാണ്. 140 Nm ടോർക്കും ഏകദേശം 60 ഹോഴ്സ് പവർ, അതായത് 30 കിലോവാട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 60 ഹോഴ്സ് പവറും ഇത് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഈ വാഹനം കാണുന്ന സമയത്ത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഓയിലർ മോട്ടോഴ്സിൻ്റെ സ്റ്റോം EV എന്ന് പറയുന്ന മോഡൽ. 2018 സൗരവ് കുമാർ എന്ന് പറയുന്ന ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതാണ്. 2021 അവർ ആദ്യ 3 വീലിൻ്റെ വാഹന വിപണിയിലേക്ക് അവതരിപ്പിച്ചു. അതിനുശേഷം ഇത് അവരുടെ ഫസ്റ്റ് EV ആണ്. ഒരുപാട് മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ തുടക്കമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു EV സെഗ്മെൻറ്റിൽ അഡാസ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നു, കുറച്ചും കൂടി ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.